ആ ഗ്രൂപ്പ് ഭയങ്കരം ഒരു ബോൾഡ് ഗ്രൂപ്പായി മാറും. ഏറ്റവും കൂടുതൽ ബന്ധം നിലനിൽക്കുന്ന യാത്രയിലാണ്. എന്നതുപോലെ തന്നെ നമ്മൾ യാത്രയിൽ പോകുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. ആ ഒരു 4 കാര്യങ്ങളെ നമ്മൾ ഫസ്റ്റിൽ പറയാറുള്ളൂ. ആ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏത് ചെറുതും വലുതുമായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ആസ്വദിച്ച് തിരിച്ചു വരാൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് സാലറി നമ്മളെ പുറകെ ഇങ്ങോട്ട് വരണം. നിങ്ങൾക്ക് ഞാൻ അത്ര സാലറി തരാം, നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സാലറി നമ്മളെ പുറകെ വരണം. ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഒരു കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഈ ചോദിച്ചതിൻ്റെ ഒരു ഒറ്റ കാരണം. ഒന്നാമത് ആളുകൾ കൂടുതൽ എക്സ്പീരിയൻസ് ആകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദിവസേന ഈ ഉംറക്ക് ആളുകളെ ഇവിടുന്ന് അയക്കാൻ പറ്റുന്ന, അവർ ഉംറ ചെയ്ത് സന്തോഷത്തോടു കൂടി മടങ്ങി വരുന്നു, അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സന്തോഷകരമായിട്ടുള്ള മറുപടികൾ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ പോയത് തായ്ലാൻഡാണ്. ഇപ്പൊ ചെറിയ തായ്ലാൻഡ് അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാം അങ്ങനെ. ഇപ്പോൾ ഷബീർക്ക് ഏറെക്കുറെ 57 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു പറഞ്ഞു. വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? അതിൽ എല്ലാവരോടും അന്നും ഇന്നും പറയാനുള്ളത് സ്വിറ്റ്സർലാൻഡാണ്. അത് പല ആളുകൾ പറയുന്നത് സ്വിറ്റ്സർലാൻഡ് എന്നാണ്. ഭൂമിയിലെ സ്വർഗം എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കൽ. നമ്മളെ കാശ്മീരിനെ കൊണ്ട് ഇവിടെ പറയുന്ന പോലെ തന്നെ ഭൂമിയിലെ സ്വർഗം എന്നാണ് പറയുന്നത്. അത് അതേപോലെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. അവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ തന്നെ അത് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു അനുഭൂതിയാണ് അവിടുത്തെ പ്രകൃതിക്കും മൊത്തത്തിൽ. യാത്ര ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏതെങ്കിലും? യാത്ര ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് മുമ്പ് ഞാൻ ഈ പറഞ്ഞ നമ്മളിപ്പോൾ യുദ്ധം നടക്കുന്ന ഇസ്രായേലിലേക്കായിരുന്നു. ഇസ്രായേൽ വിസ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ബോർഡർ കഴിയാതെ നമുക്ക് അറിയാൻ കഴിയില്ല. ടെൻഷനാണ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പോലും. കാരണം വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എമിഗ്രേഷനിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ അവരെ മുഖത്ത് നോക്കിയൊന്നും ചിരിക്കാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല. ഭയങ്കര എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ നമ്മളെ മടക്കി വിടും. അങ്ങനെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇറാഖിൽ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ ഇതിലെ പുറത്തു കൂടി ഇറങ്ങി നടക്കുകയാണെങ്കിൽ എവിടെയും നമ്മളെ ചെക്കിങ്ങാണ്, ഫുൾ ബോഡി ചെക്കിങ്. നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ പുറത്ത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പോൾ വഴിയിലൊക്കെ ഉണ്ടാവും അധികം നമ്മൾ ഒരു ചെക്കിങ്. യാത്രയിൽ അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിൽ ഞങ്ങൾ കൂടെ പോയ സമയത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ. നമ്മളവിടെ എത്തി. ഞങ്ങൾ രാത്രി ഭക്ഷണം 2 ദിവസം 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത്, രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന എല്ലാവരും കൂടി ഇരുന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് 35 വയസ്സായ ഈ ലേഡി ആ ഇരുന്നിട്ട് കുഴഞ്ഞു. ആ ഭക്ഷണം കഴിക്കണോടത്ത് ഇരുന്ന് താഴേക്കാണ് വീണു. ആണ് മരിച്ചു വീണു. ഉടനെ ഞങ്ങൾ ആംബുലൻസിൽ അവിടുന്ന് ബോഡി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു ഡെത്ത് ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും ഡെത്ത് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നൂലാമാലകളെ കൊണ്ടൊരു കളിയായിരുന്നു. കാരണം പോലീസ് ക്ലിയറൻസ് ശരിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ക്ലിയർ ആവില്ല, ഹോസ്പിറ്റലിൽ ക്ലിയർ ആകുമ്പോൾ പോലീസ് ക്ലിയർ ആവില്ല. പിന്നെ അവിടുന്ന് നിന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അത്ര പ്രായോഗികമല്ല. കാരണം 2 ഫ്ലൈറ്റ് കയറിയിട്ട് വേണം അവിടെ പോകാൻ. നമുക്കറിയാം ദുബായിൽ നിന്നും സൗദിയിൽ നിന്ന് തന്നെ ഒരു ബോഡി ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ഒക്കെ പിടിക്കുന്നുണ്ട്. എന്നാൽ തന്നെ പെട്ടെന്ന് പാസ്സായി ചിലപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അതുകൊണ്ട് എത്തുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ബോഡി കൊണ്ടുവരാറുണ്ട് അത്ര പ്രായോഗികമായിരുന്നു. അവസാനം അവിടെ മറവുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് ഞാനൊരു 3-4 ദിവസം ഇതിനു വേണ്ടിയിട്ട് അവരെ പേപ്പറുകൾ ശരിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു ബോർഡിൻ്റെ കൂടെ നിന്ന ആ ഒരു രംഗം, എൻ്റെ കൂടെ വന്ന ആളുകൾ, അതിൻ്റെ ആ ഒരു രംഗം, അവരെ ഹസ്ബൻഡ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഓരോ യാത്രകളും ഓരോ അനുഭൂതികളും അനുഭവങ്ങളുമാണ്, രണ്ടുമുണ്ട്. ഓരോ യാത്രയും അത് നമ്മൾ എത്ര ചെറിയ യാത്രയായി കഴിഞ്ഞാലും എത്ര വലിയ യാത്രയായി കഴിഞ്ഞാലും ചില യാത്രകൾ നല്ല അനുഭൂതികളായിരിക്കും, ചില യാത്രകൾ അനുഭവങ്ങളായിരിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുവന്നിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ അത് അത്ര പോരാന്നുള്ള അഭിപ്രായം പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതിന് വേറൊന്നുണ്ട്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആളുകളുടെ പ്രതീക്ഷകളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, എന്ത് ഷബീർ ഖാൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടും എന്നുള്ളത്. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെ മനസ്സ് മാറിയിട്ടാണ് നിങ്ങൾ പോവുക. തീർച്ചയായിട്ടും. നേരെ മറിച്ച് നിങ്ങൾ അവിടുന്ന് വരികയാണ്, നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഒരു ഷബീർക്ക് പറയണതൊക്കെ പറഞ്ഞോട്ടെ, അത് എന്തായാലും അത് നമുക്ക് അത് എന്തായാലും ഇടാം. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വന്നേച്ച് നിങ്ങൾക്ക് പുറത്ത് മടങ്ങി പോകുമ്പോൾ എന്തായിരിക്കും ഒരു നിരാശ ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മൾ യാത്രയിൽ പോകുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. ആ ഒരു 4 കാര്യങ്ങളെ നമ്മൾ ഫസ്റ്റിൽ പറയാറുള്ളൂ. ആ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏത് ചെറുതും വലുതുമായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ആസ്വദിച്ച് തിരിച്ചു വരാൻ കഴിയും. അതിൽ യാതൊരു സംശയവും ഇല്ല.
ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ പറയും? ആ 4 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മറ്റുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാവരും എടുത്തോടെ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പറയുന്നത് എന്തായാലും അത് ആളുകൾ മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെട്ടെന്നുള്ള. നമ്മൾ ഏത് യാത്ര പോകുമ്പോഴും 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റത്തെ കാര്യം, നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്രക്ക് ഒരു ലീഡർ ഉണ്ടാവും. ഏത് യാത്ര ആര് പോയി കഴിഞ്ഞാലും ഗ്രൂപ്പായിട്ട് പോകുന്ന കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഇതൊരു ഫാമിലി ആയിട്ട് സിംഗിളായിട്ട് യാത്ര പോകുന്ന ഒരു ഫാമിലി, നിങ്ങളെ സ്വന്തം ഫാമിലി, നിങ്ങൾ കുട്ടികളും മക്കളും പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പിനൊരു ലീഡർ ഉണ്ടാവും. ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ പാടെ പോകണം, 4 ആൾ 5 ആൾ പോകണേ കൂട്ടിക്കോളൂ, അതിലുണ്ടാവും ഒരു ലീഡർ ഇല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും ഹോട്ടൽ ബുക്ക് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ പറയാനൊക്കെ ഒരാൾ ഒരു ലീഡറായിട്ടുണ്ടാവും. അത് നമ്മൾ ആരും പിടിച്ചാക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ലീഡറാവും. എന്നതുപോലെ തന്നെ നമ്മളെ പാക്കേജ് വരുമ്പോൾ അതിലൊരു ലീഡർ ഉണ്ടാവും. അത് നമ്മൾ ആക്കുന്നതാണ്. എന്തായാലും ഒരു ലീഡർ ഉണ്ടാവും ഏതൊരു യാത്ര പോകുമ്പോഴും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മളെ എളാപ്പ മൂത്താപ്പ മക്കളെല്ലാവരും കൂടി കണ്ട് പോവാണ്. അത് ചിലപ്പോൾ ചെറിയൊരു കുട്ടിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ചിലപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത കാരണമല്ലായിരിക്കും. എന്തായാലും അയാൾ ലീഡറാണ്. അവിടെ വയസ്സോ കാര്യങ്ങളോ അല്ല നോക്കുന്നത്. ആ ലീഡറെ നമ്മൾ യാത്ര കഴിയുന്നത് വരെ 100% വിശ്വസിക്കണം. അയാളെ നമ്മൾ അവിശ്വസനീയമായി കണ്ടു കഴിഞ്ഞാൽ ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി ആ യാത്ര നമുക്ക് എൻജോയ് ഇല്ലാത്തൊരു യാത്രയായിട്ട് മടങ്ങേണ്ടി വരും. ലീഡറായിട്ട് അംഗീകരിക്കും വേണം. ലീഡറായിട്ട് അംഗീകരിക്കണം എപ്പോഴാണ് നമ്മൾ അയാൾ പറഞ്ഞൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുമ്പോൾ. അപ്പോൾ അയാളെ നമ്മൾ 100% നമ്മൾ വിശ്വസിക്കണം. ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മളെ കൂടെ ആരാണോ ഈ യാത്രകൾ നിയന്ത്രിക്കണം അവിടെ നമ്മൾ യാത്ര കഴിയുന്നത് വരെ, യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ആയിക്കോട്ടെ അതിലെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ 100% നമ്മൾ യാത്ര കഴിയുന്നവരെ വിശ്വസിക്കണം. അത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോവാണ്, 4-5 ആൾ പോവാണ്. നിങ്ങൾ പറഞ്ഞു നമുക്ക് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തട്ടോ എന്ന് പറയും. 5 ആൾ നിങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾ മറ്റവനോട് പറയണം നിങ്ങൾ കേൾക്കാതെ, ഓൻ ഈ ഹോട്ടലിൽ നിർത്തി ഓൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒന്ന് പോക്കറ്റിൽ താത്താൻ ഉണ്ടാവും എന്ന് ഒരാൾ മറ്റവനോട് പറഞ്ഞു. അപ്പോൾ മറ്റവൻ പറയും ഓൻ ഈ ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഓൻ എന്തോ ഒരു പിന്നെ അങ്ങനെ തുടങ്ങി ഇത് നിങ്ങളെ ചെവിയിലെത്തും. നിങ്ങളെ ചെവിയിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആ യാത്ര പിന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ പരസ്പരം പോകല. അതാണ് ഇതിലുള്ള ഏറ്റവും ഒരു യാത്ര കൊളാകുന്ന ഏറ്റവും വലിയൊരു ഈ യാത്ര ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഭക്ഷണം ഒരിക്കലും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിക്കാൻ പാടില്ല. നമ്മൾ വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കണം യാത്രയിൽ ഒരിക്കലും നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് ആസ്വദിച്ചിട്ട് വയറ് മുട്ട നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മൾ മലയാളികൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ നല്ലോണം കഴിക്കും, വയറ് നിറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ 4 ഗ്ലാസ് വെള്ളം കൂടി കുടിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്നിനും പറ്റൂല. പിന്നെ കാറിലോ അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ ഇരുന്നാലും ഒരൊറ്റ ഉറക്കുക. പിന്നെ യാത്ര അവിടെ ആസ്വദിക്കല്ല അവർ ചെയ്യുന്നത്, അത് ഉറങ്ങുകയാണ്. ഉറങ്ങി എവിടെയും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര എന്തായിരുന്നു, കുറേ ഉറങ്ങി കുറേ ഭക്ഷണം കഴിച്ചു, ഇതെല്ലാം എന്താ നമ്മളെ യാത്ര. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യണം. യാത്രയിൽ എപ്പോൾ ചെയ്യണം? രാത്രിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അവിടുത്തെ ഫുഡ് എന്താ വെച്ചെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യും. യാത്രയിൽ ഒരിക്കലും വയറ് മുട്ട ഭക്ഷണം കഴിക്കരുത്. അതേമാതിരി തന്നെ വയറ് നിറച്ച് വെള്ളം കുടിക്കരുത്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. പക്ഷേ യാത്രയിൽ വെള്ളം വളരെ കുറച്ചേ കുടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റ് പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ബസ് നിർത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും, പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ വയറ് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വയറ് മുട്ട കഴിക്കാതെ വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളായിരിക്കും പല സ്ഥലത്തുണ്ടാകുക. ഒരു ജില്ല വിട്ട് മറ്റേ ജില്ലയിലേക്ക് പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടൂല. മലപ്പുറത്ത് നിന്ന് ഒരാൾ തൃശ്ശൂർ പോയിട്ട് എനിക്ക് ഇവിടുന്ന് ദം ബിരിയാണി കിട്ടണം, മലബാർ ബിരിയാണി കിട്ടണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് നീണ്ടിട്ടുള്ള റൈസിൽ ഒരു കോഴി പൊരിച്ചിട്ടുള്ള ബിരിയാണിയെ കിട്ടുക, അത് നമുക്ക് ഇഷ്ടപ്പെടൂല. എന്നത് വിചാരിച്ചത് കഴിക്കാതിരിക്കരുത്. വിശപ്പ് വന്നാലും യാത്രക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ വിശപ്പിനുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ പറ്റുന്നതായാലും രുചി നന്നായാലും രുചി നന്നായിട്ടില്ലെങ്കിലും വിശപ്പിനുള്ള ഭക്ഷണം നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം. അത് വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കലാണ്. ഭക്ഷണം ഒരു ആർഭാടായിട്ട് കഴിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സമയകൃത്യനിഷ്ഠത എപ്പോഴും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് ഒരാൾ ലേറ്റായി ഒരു സമയത്ത് ലേറ്റായി വന്നു കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഇയാൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ, ഇയാൾ കാരണം ഇപ്പം നമ്മൾ ലേറ്റായി. ഇതിങ്ങനെ ഇയാൾക്ക് കേൾക്കുമ്പോൾ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവ് അടിക്കും. അപ്പോൾ ഇത് സമയം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് എത്താൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ്. ചിലപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഡ്രസ്സ് മാറ്റിയേക്കാൻ ഒന്ന് ടോയ്ലറ്റ് പോകണം തോന്നുക, സ്വാഭാവികമായിട്ട് അയാൾ ടോയ്ലറ്റ് പോയി വരുമ്പോൾ ഇവിടെ സമയം പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ലീഡറോടൊന്ന് പറയണം, ഒരു 5 മിനിറ്റ് ലേറ്റ് ഔട്ടോ എന്നാൽ കുഴപ്പമില്ല. മറ്റേത് ഇങ്ങനെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ ബസ് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലയിടത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവില്ല, ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടാവില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ മൈൻഡേ ചെയ്യരുത്. അതെന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഭാഗം. പക്ഷെ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞ സമയം നമ്മൾ ഓരോരുത്തരും പാലിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മൾ പെർഫെക്റ്റ് ആവും. അത് കാരണം ഈ ടൈമിൽ ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ടൈമിൽ തെറ്റുണ്ട്. നാലാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഈ ഒരൊറ്റ കാര്യം മാറിയാൽ തന്നെ ടൂർ മൊത്തത്തിൽ ശരിയാവും. നമ്മളൊക്കെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തുക. ഞാൻ ഇത് എല്ലാവരോടും പറയുമ്പോൾ തന്നെ പറയും, 10-65 വയസ്സായി ഇനി ഞാൻ ഈ ഒരു സമയത്ത് മൈക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിന്നാൽ ഒരിക്കലും മാറാൻ പോകുന്നുണ്ടാവില്ല. പക്ഷെ ഒരൊറ്റ കാര്യം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, മറ്റുള്ളവരുടേത് കഴിഞ്ഞിട്ട് എൻ്റെത് എന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ യാത്രയെ കാണണം. അതായത് യാത്രയിൽ എപ്പോഴും എല്ലാവർക്കും എന്താണ്, ചില ആളുകൾക്ക് ധൃതി കൂടുതലായിരിക്കും. ഒരു ബസ് വന്ന് നിന്നാൽ ആ ബസ്സിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ 2 കൈയ്യും വെക്കും. എന്തിനാ, ഒരാൾ ഇതിലും കയറാൻ പാടില്ല, ഒരാൾ ഇതിലും കയറാൻ പാടില്ല, വേറെ ആൾ ഞാൻ ആദ്യം കയറുക. ഞാൻ ആദ്യം കയറിയിട്ട് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ്, നല്ല സീറ്റ് ഏതാണോ അത് എനിക്ക് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടുതൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ തൊട്ടടുത്തുള്ള 2-3 സീറ്റും പിടിച്ചു തരും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇത് എന്റെ കാര്യം, ബാക്കിയുള്ള ആളുകൾ എന്തോ ആയിക്കോട്ടെ. യാത്രയിൽ ഒരിക്കലും ആ ഒരു രീതിയിൽ എന്നതുപോലെ ചിലപ്പോൾ അധിക സ്ഥലത്തും ബൊഫേ സിസ്റ്റം ആയിരിക്കും, കൂടുതൽ വലിയ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ബൊഫേ സിസ്റ്റത്തിൽ പോയിട്ട് തിരക്കിയിട്ട് ഒരു പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് മുന്നിൽ നിന്നിട്ട് കിട്ടാവുന്നിടത്തോളം മാക്സിമം അതിലേക്ക് വലിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടോ ഇല്ലേ കിട്ടിയോ. ഒരു യാത്ര ആകുമ്പോൾ അതിൽ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഉണ്ടാവും, ഓർമ്മശക്തി കുറഞ്ഞ ആളുകളുണ്ടാവും, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ അവരൊക്കെ വേണം, എല്ലാവരും വേണം ഗൗനിക്കുക. ഇതൊരു ടൂർ മാനേജർ ഗൗനിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഓരോ യാത്രക്കാരും നമ്മളെ സ്വഭാവത്തിൽ മറ്റുള്ളവരുടേത് കഴിഞ്ഞിട്ട് എൻ്റെത് എന്നുള്ള ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഭയങ്കര ഒരു ബോൾഡ് ഗ്രൂപ്പായി മാറും. ഭയങ്കര ഒരു സ്നേഹം, ഏറ്റവും കൂടുതൽ ബന്ധം നിലനിൽക്കുന്നത് യാത്രയിലാണ്. നിങ്ങളെ ഫാമിലി, നമ്മളെ ഫാദറിൻ്റെ അല്ലെങ്കിൽ അളാപ്പ, മുത്താപ്പ, അനിയന്മാർ, ജ്യേഷ്ഠാഞ്ചന്മാർ, അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ഏറ്റവും വലിയ ബന്ധം നിലനിൽക്കുക. ഒരു രാത്രി ഒരാളൊപ്പം താമസിച്ചിട്ട് ഒരു യാത്ര ചെയ്താൽ മതി. ആ ബന്ധം നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ബന്ധമായിട്ട് മാറുന്നൊരു ഇതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് ഇങ്ങനെ എല്ലായിടത്തും തിരക്ക് കൂട്ടി മുന്നിൽ ബാക്കിയുള്ള ആളുകളെ കാര്യം നോക്കാത്ത പറ്റുകയാണെങ്കിൽ നമ്മൾ ആ യാത്രയിലുള്ള ആളുകൾ പരസ്പരം അയാളെ എങ്ങനെ വിശ്വസിപ്പിക്കാം? അയാൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ, അയാൾ ധൃതി പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ കാര്യം അയാൾ നോക്കൂല. ആ ഒരു നെഗറ്റീവ് മൈൻഡിലാണ് കാണുക. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ ആ സ്വഭാവം മാറ്റിയിട്ടുള്ള രീതിയാണ് എല്ലാവരെയും സഹായിച്ച് അയാൾ പെട്ടിരിക്കണം. അയാൾക്ക് ഒരു ബുദ്ധിമുട്ടെങ്കിൽ അയാളെ പെട്ടി ഒന്ന് എടുത്ത് വെച്ചെടുത്ത്, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് ബസ് കയറുമ്പോൾ ആ സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടെങ്കിൽ ആ കുട്ടീനെ ഒന്ന് വാങ്ങി നിങ്ങൾ കയറിക്കോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് അയാളെ കുറിച്ച് എന്താ മറ്റുള്ളവർ പറയാം, ഇത്ര നല്ലൊരു മനുഷ്യനാണ് അയാൾ. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ യാത്ര വളരെ നല്ല. അപ്പോൾ ഇത് പരസ്പരം നല്ല രസമുള്ളൊരു ആ ഒരു യാത്ര ഭയങ്കര രസമുള്ളൊരു യാത്രയിൽ മാറും. അപ്പം ഞാൻ ഈ 4 കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറയാറുള്ളൂ. ഈ 4 കാര്യങ്ങളും എൻ്റെ കൂടെ വരുന്ന മുഴുവൻ ആളുകളും വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യാത്ര കഴിയുമ്പോൾ മറ്റേ യാത്ര കുറിച്ച് അടുത്ത യാത്ര നമ്മൾ എന്നാ പോകുന്നു എന്നുള്ളത് ആ യാത്ര അവസാനിക്കുമ്പോൾ തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇല്ലെങ്കിൽ ഒരുമിച്ച് കൂടണം എന്നുള്ളത്. ഈ 4 കാര്യങ്ങളാണ് യാത്രയുടെ യാതൊരു സംശയവും. പക്ഷേ നമ്മൾ ഇത്ര സക്സസ് ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞതും 100%. അതിന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു യാത്ര വരുമ്പോ അതിന് വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഈ വിയറ്റ്നാമിൽ പോയത്, ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ ആയിട്ടുള്ളൂ വിയറ്റ്നാം. റിട്ടയർഡ് ജസ്റ്റിസ് വരെ ഉണ്ട്. റിട്ടയർഡ് ജഡ്ജിന്റെ ഒരു ഏകദേശം ഒരു ഹാബിറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം നമുക്ക് അവരെ കുറ്റം പറയില്ല. അവരെ പോസ്റ്റും കാര്യങ്ങളും അവർ വരെ നമ്മളെ ഇപ്പം കൂടിയിട്ട് ഡാൻസ് ചെയ്യുന്ന ബാക്കിയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. കാരണം അങ്ങനത്തെ പല പ്രൊഫഷണൽ ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സഹകരണ മനോഭാവമുള്ള അത് നമ്മൾ ആദ്യം ഈ ഒരു ടിപ്പ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആളുകൾ അത് ഉൾക്കൊള്ളുവര്. കാരണം അവർ എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് പോരുന്നത്. അപ്പൊ ആ യാത്ര ആസ്വദിക്കണം എന്ന് അവർക്ക് ആവശ്യമുണ്ട്. അതിനുള്ള ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ മുതലാവും, ആ യാത്ര ആസ്വദിക്കാം. നിങ്ങൾ പറഞ്ഞ പോയിന്റ്, ഞാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും കൂടി അതൊരു പാടാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ വിഷയം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളത്. അതിൽ ഒരു ലീഡർ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ലീഡർ വിശ്വസിച്ചില്ലെങ്കിൽ ലീഡർ തുടങ്ങിയിട്ട്, കാരണം ഈ ലീഡർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ തോന്നാണ്. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നാളെ അവിടെ പോയിട്ട് ഒരു അഡ്വർടൈസിങ്ങിന് ഒരു 1 ലക്ഷം രൂപ കൊടുത്തു കളയാം. അത് ഇപ്പം കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടാവില്ല. എടുത്തേക്കുന്നത് ബാക്കിയുള്ള പാർട്ട്ണർമാർ പറയാം ഈ എന്തിനാ ചോദിക്കാതെ കൊടുത്തത്. അതോട് കൂടിയിട്ട് ആ ബിസിനസ് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഓനയിമെന്ന് അങ്ങനെ വെട്ടുണ്ടാവും എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. കാരണം അയാൾ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, അയാൾ ഈ ബിസിനസ് നന്നാകാൻ നോക്കിയതാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായി കൊള്ളണമെന്നില്ല, ചിലത് പാളിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ അയാളെ കുറ്റം പറഞ്ഞാൽ ആ ബിസിനസ് ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഈ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്? തീർച്ചയായിട്ടും അൽ ഹിന്ദ് അതിന് വലിയൊരു ചെറിയ വാതിലൊന്നുമല്ല, വലിയൊരു വാതിലിനെ തുറന്നു വെക്കുന്നുണ്ട്. കാരണം ഒന്നാമത് ഞങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ സ്റ്റാഫുകൾ ആവശ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൈറ്റുകൾ വരാൻ പോവാണ്. അതോടനുബന്ധിച്ച് കുറേ സ്റ്റാഫുകളെ, അത് മാത്രമല്ല നമ്മൾ പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിദേശങ്ങളിൽ ഓഫീസുകൾ ഇഷ്ടം പോലെ തുറന്നു. ഇപ്പോൾ ഗൾഫ് മേഖലയിലൊക്കെ തുറന്നു. അതേപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഗുജറാത്ത് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഔട്ട് ഓഫ് കേരള കുറേ ഓഫീസുകൾ തുറന്നു. ഇവിടേക്കൊക്കെ നമുക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ അൽ ഹിന്ദ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് നമ്മളെ കോട്ടക്കലിലുണ്ട്. അതേപോലെ തന്നെ വളാഞ്ചേരി, കോഴിക്കോട്, എറണാകുളം ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ
+2 കഴിഞ്ഞവർക്ക് മുതൽ തന്നെ നമുക്കിതേക്ക് അവർക്ക് കോഴ്സിന് ചേരാം. ഓക്കെ. അത് ഡിഗ്രി 3 വർഷത്തെ കോഴ്സ് ഉണ്ട്, 6 മാസത്തെ കോഴ്സ് ഉണ്ട്, 1 വർഷത്തെ കോഴ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഇത് തിരഞ്ഞെടുക്കുമ്പോഴും ഇതിലേക്ക് വരുമ്പോഴും എനിക്ക് അവരോട് പറയാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് പഠിക്കാൻ വരുന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ ബേസിക്കേ നമ്മൾ അവിടുന്ന് പഠിക്കുന്നുള്ളൂ. അവിടുന്ന് പഠിച്ചതൊന്നും അല്ല നമ്മൾ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്നതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഒരു ഓഫീസിൽ എങ്ങനെ ജോലി ചെയ്യാന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ കാര്യമല്ല, അത് എക്സ്പീരിയൻസിലൂടെ വരേണ്ട കാര്യമാണ്. അവിടുന്ന് നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അതിലൊരു ABCD നമ്മൾ ഒരു ഫൗണ്ടേഷൻ മാത്രമേ അവിടുന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരിക്കലും അതിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് മോഹിച്ചിട്ട് വരുന്ന ആളുകളോട് വരണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളിത് എനിക്ക് എക്സ്പീരിയൻസ് ആക്കണം, ഈ ഫീൽഡ് എനിക്കൊരു പാഷനായിട്ട് എടുക്കണം. ഞാനൊക്കെ യാത്രയെ പാഷനാക്കി എടുത്തതിന് ശേഷമാണ് ഇത്രയും ഇതിൽ ഇൻവോൾവ് ആയി തുടങ്ങിയത്. ഇതൊരു പാഷനായിട്ട് എടുക്കണം, ഈ ആളുകളൊക്കെ നമുക്ക് യാത്രയാക്കണം, ഈ ആളുകളുടെ ഇടയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കണം, അറിയപ്പെടുന്ന അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് നല്ലത് മാത്രം പറയിപ്പിക്കുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ള ചിന്താഗതിയോട് വേണം ഇത് പഠിക്കാൻ വരാൻ. എന്നാൽ ഇത് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. ജോലി കിട്ടും, അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. അയാൾ എത്രമാത്രം ഈ ഒരു കോഴ്സിനെ കണ്ടിരുന്നു, ഈ ജോലിയെ കണ്ടിരുന്നു. ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ഇവരോട് നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു 5 മാസത്തെ ട്രെയിനിങ് ഇവിടെ പഠിക്കുകയും പൈസ ഒന്നും വേണ്ട. എടുത്തേക്കിന് ചില കുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് എന്ത് തരുന്നത്, എന്തിനാ ഇവരെ ട്രെയിനിങ് ആക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നതിന് ഇങ്ങോട്ട് എന്ത് പൈസ കിട്ടുന്നത്? അതാണ് ഇന്നത്തെ കുട്ടികൾ. അതിന് പകരം ആ കുട്ടികൾക്ക് മനസ്സ് വരേണ്ടത് എന്താണ്, ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ടൊരു അവസരം കിട്ടിയാലോ, ഒരു ഓഫീസിൽ എനിക്ക് ഫ്രീ ആയിട്ട് അവസരം കിട്ടണം പഠിക്കാൻ, ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫീസ് കൊടുക്കണം, ഇവിടെ ഒരു ഫീസ് ഇങ്ങോട്ട് തരണ്ട. പക്ഷെ ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന 16 ജീവനക്കാരുണ്ട് ഇവിടെ. ഈ 16 ജീവനക്കാരും അൽഹിന്ദ് അക്കാഡമിയിൽ പഠിച്ച് ഇവിടെ എൻ്റെ അടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ സ്റ്റാഫുകളാക്കി വളർന്ന് ഇന്നും 7-8 കൊല്ലമായ ആളുകൾ നമ്മളെ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവർക്ക് അവരങ്ങനത്തെ ഞാൻ പറഞ്ഞ രീതിയിലാണ് അവർ നിന്നിട്ടുള്ളത്. കാരണം അവർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അന്നൊക്കെ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കൊടുത്തിരുന്നു, 10,000 രൂപ ഇത് പഠിക്കാൻ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറയാനുള്ളത്, ഇത് പഠിക്കുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ആണ് ഏതൊരു ജോലിയിലും നോക്കുക, ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി നമ്മളെ പുറകിൽ വരുന്ന രീതിയിൽ സാലറിൻ്റെ പുറകെ ഓടാതെ സാലറി നമ്മളെ പുറകെ വരും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ജോലി ചെയ്താൽ ഏതൊരു ജോലിയും സക്സസ് ആവും. നല്ല സാലറിയിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യാൻ പറ്റും. ഗുഡ്. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ തുടങ്ങിയിട്ട് യാത്രയിലൂടെ കയറി ഇറങ്ങി ഒരുപാട് അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടും. അദ്ദേഹം സഞ്ചരിച്ച 57ഓളം രാജ്യങ്ങളിലുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ഒന്നും ആവില്ല. എന്തായാലും അധികം വൈകാതെ നമുക്കൊരു യാത്രാ വിവരണങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. ഓരോ യാത്രയെക്കുറിച്ചിട്ടും ആ യാത്രക്ക് ഒരുങ്ങുമ്പോഴും ആ യാത്രയിൽ നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടതിനെ ഓരോ രാജ്യത്തിനെ കുറിച്ചിട്ടും നമുക്ക് നല്ലൊരു വീഡിയോസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും താങ്കൾ ഞങ്ങളുടെ കൂടെ കിയാസ്കോ ബിസിനസ് ലോഞ്ചിന്റെ ഈ ഒരു മീഡിയയിൽ കുറച്ച് സമയം പങ്കുവച്ചതിന് നന്ദി. വളരെയധികം സന്തോഷം. കാരണം എന്തായാലും നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ ആളുകൾ നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് അതിലേറെയാണ്. ഓക്കെ, താങ്ക് യു. കാണാം. ഓക്കെ, ബൈ.